നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അത്ഭുത കാഴ്ചയൊരുക്കി തളിപ്പറമ്പ് നാടുകാണിയിലെ നരിമട. ടൂറിസം സാധ്യതകളേറെയുള്ള പ്രദേശം, സന്ദർശകരുടെ എണ്ണമേറുന്നു. വിഷമില്ലാത്ത മീൻ കൃഷിയിൽ 100 മേനി നേട്ടവുമായി പോലീസ് ഉദ്യോഗസ്ഥൻ. മികച്ച വിളവ് നേടി മണിയാറൻകുടിയിലെ ജോർജ് കുട്ടി. റുബിക്സ് ക്യൂബ് സോൾവിംഗിൽ റെക്കോർഡ് നേട്ടവുമായി നസ്വിൻ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെത്തിയത് കാരശ്ശേരിയിലെ 9ാം ക്ലാസ്സുകാരൻ. ഒടുവിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പുതിയ ലിഫ്റ്റ് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാകും. വാർത്തകൾ വിശദമായി നോക്കാം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പുതിയ ലിഫ്റ്റ് ഒരുങ്ങുന്നു. 1 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാകും. ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് രോഗികളെ സ്ട്രക്ചറിൽ ചുമന്നാണ് മുകളിലേക്കും താഴേക്കും എത്തിച്ചിരുന്നത്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പുതിയ ലിഫ്റ്റ് ഒരുങ്ങുന്നു. 14 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കുന്നത്. ഇതിനായുള്ള സാമഗ്രികൾ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിച്ചു. 1 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. എറണാകുളത്ത് നിന്നുള്ള കമ്പനിക്കാണ് ചുമതല. ജനറൽ ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് 1 മാസത്തിലേറെയായി. ഇതേ തുടർന്ന് 7 നിലകളുള്ള ആശുപത്രി കെട്ടിടത്തിൽ രോഗികളെ ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥയായിരുന്നു. പിന്നീട് ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമുള്ള ചെറിയ ലിഫ്റ്റ് അത്യാവശ്യ രോഗികൾക്ക് കൂടി ഉപയോഗിക്കാൻ നൽകുകയായിരുന്നു. പ്രധാന ലിഫ്റ്റ് ഇടയ്ക്കിടെ പണിമുടക്കുന്നത് കാരണം പുതിയ ലിഫ്റ്റ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. 15 ദിവസം കൊണ്ട് ലിഫ്റ്റ് പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും 15 അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് നമുക്ക് ലിഫ്റ്റ് പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം അതോടുകൂടി ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിലെ ചുമട്ടുതൊഴിലാളികൾ രോഗികളെ മുകളിലേക്കും താഴേക്കും എത്തിക്കുന്നതിനായി ആശുപത്രിയിൽ സൗജന്യ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചിരുന്നു. സംഭവം ഏറെ ചർച്ചയായതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിലെത്തി സ്ഥിതി വിലയിരുത്തിയിരുന്നു. തുടർന്നാണ് പുതിയ ലിഫ്റ്റിന് അനുമതിയായത്. ന്യൂസ് 18 കാസർഗോഡ്. റുബിക്സ് ക്യൂബ് കുറഞ്ഞ സമയം കൊണ്ട് സോൾവ് ചെയ്ത് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് 9ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി. കോഴിക്കോട് കാരശ്ശേരിയിലെ നസ്വിൻ്റേതാണ് നേട്ടം. ചെറുപ്പം മുതൽ റുബിക്സ് ക്യൂബുകളെ ഏറെ ഇഷ്ടമായിരുന്നു നസ്വിന്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 8 റുബിക്സ് ക്യൂബ് 12 മിനിറ്റും 4 സെക്കൻഡും കൊണ്ട് സോൾവ് ചെയ്താണ് നസ്വിൻ ഈ നേട്ടം കരസ്ഥമാക്കിയത്. കുറഞ്ഞ സമയം കൊണ്ട് റുബിക്സ് ക്യൂബുകളെ സോൾവ് ചെയ്യാൻ വിവിധ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി. മുക്കം ചെന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നസ്വിൻ. ഞാൻ ചെറുപ്പത്തിൽ ഇത് ഓരോ പീഡിയയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചൊരു ഭാഗമൊക്കെ സോൾവ് ആക്കിയിനി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം എനിക്ക് പഠിപ്പിച്ചു തന്ന് അതിനുശേഷം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ വലുതായാലും ഇങ്ങനെ 2, 3, 4 ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ച റെഡിയാക്കാൻ തുടങ്ങി. നേരത്തെ ചെസ് മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം നേടിയ നസ്വിന്റെ സഹോദരി 9 വയസ്സുകാരി നിമ ഫസലും ഇപ്പോൾ റുബിക്സ് ക്യൂബ് പരിശീലിച്ചു വരുന്നുണ്ട്. റുബിക്സ് ക്യൂബിൽ ഇനിയും റെക്കോർഡുകൾ നേടണമെന്നാണ് നസ്വിന്റെ ആഗ്രഹം. ന്യൂസ് 18 കാരശ്ശേരി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം തുടങ്ങി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് കേന്ദ്രം. 45 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ദീർഘദൂര യാത്രക്കാർക്കടക്കം ഏത് സമയത്തും സുരക്ഷിതമായി ഉപയോഗിക്കേണ്ട രീതിയിലാണ് കെട്ടിടം സ്ഥാപിച്ചത്. കോഫി ഷോപ്പും വിശ്രമമുറികളും ശുചിമുറിയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റുകളിലും സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ, അജൈവ മാലിന്യ സംഭരണ സംവിധാനങ്ങൾ, അണുനശീകരണ സംവിധാനം തുടങ്ങിയവയും ഒരുക്കി. കേരളത്തിലെ പ്രധാനപ്പെട്ട വഴിയോരങ്ങൾ ഇതുപോലൊരു വിശ്രമ കേന്ദ്രം, ഒരു ചായ കഴിക്കാൻ, ചെറിയൊരു സ്നാക്സ് കഴിക്കാൻ ടോയ്ലറ്റ് സൗകര്യത്തോടുകൂടി ചെയ്യുക. ഇവിടെ പറഞ്ഞത് മുകളിലൊരു ഡോർമിറ്ററി സൗകര്യം കൂടി വരും എന്നാണ്. അതുകൂടി ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ സൗകര്യമാണ്. ഇത് വിവിധ പദ്ധതികൾ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നതാണ് പദ്ധതി. മുകളിലത്തെ നിലയിൽ ഡോർമെറ്ററി, റൂമുകൾ എന്നിവയാണ് ഇനി നിർമ്മിക്കേണ്ടത്. ഇതിനായി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. ന്യൂസ് 18 കാരശ്ശേരി. കാർഷിക കേരളം.
വീട്ടുവളപ്പിലെ മത്സ്യകൃഷിയിൽ വിജയം നേടി ഇടുക്കിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. മണിയാറൻകുടി കുളത്തുങ്കൽ ജോർജ് കുട്ടിയാണ് മീൻ കൃഷി നടത്തുന്നത്. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ASI ജോർജ് കുട്ടിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ കൃഷിയാണ് ജീവൻ. പുരയിടത്തിൽ സാധാരണ കൃഷികളൊക്കെ ഉണ്ടെങ്കിലും മത്സ്യകൃഷിയോടാണ് താൽപ്പര്യം. മുൻകാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന വയലുകളിൽ മഹാപ്രളയത്തിൽ മണ്ണ് അടിഞ്ഞുകൂടി പാടം നശിച്ചു. നെൽകൃഷി നിർത്തേണ്ടി വന്ന സാഹചര്യത്തിലാണ് ജലസമൃദ്ധമായ പാടത്ത് കുളങ്ങൾ നിർമ്മിച്ച് ജോർജ് കുട്ടി മത്സ്യകൃഷി ആരംഭിച്ചത്. ട്രോളിംഗ് നിരോധനം കൂടി ആയതോടെ കുളത്തിൽ നിന്നുള്ള മീനുകൾക്ക് നല്ല ഡിമാൻഡാണ്. വിഷമില്ലാത്തൊരു മത്സ്യം നമുക്ക് അത് നമുക്കും ആകണമെന്നുള്ള ഒരു വിചാരത്തിൽ ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ അന്ന് നമ്മുടെ ഫിഷറീസിൻ്റെ ഇതിൽ ചെയ്ത് അവർ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. 2 വർഷമായിട്ട് നമുക്ക് അവർ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ തരുന്നുണ്ട്. അതിൻ്റെ ഈ ഫീഡ് തരുന്നുണ്ട്. എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. വിഷമയമില്ലാത്ത മീൻ ഉപയോഗിക്കാൻ കഴിയുന്നതോടൊപ്പം മത്സ്യകൃഷി ഏറെ മാനസികോല്ലാസവും നൽകുന്നതായി ഇദ്ദേഹം പറയുന്നു. 4 വർഷമായി കൃഷിരംഗത്ത് സജീവമാണ്. മണിയാറൻകുടിയിൽ 4 കുളങ്ങളിലായി മീനുകളെ വളർത്തുന്നുണ്ട്. 1/2 കിലോയിലധികം തൂക്കം വരും മീനുകൾക്ക്. ഇതിലൂടെ നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കാത്ത മനോഹരമായൊരു ഗുഹയുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ. കാണാനെത്തുന്നവർക്ക് അത്ഭുതമാണ് ഈ നരിമട. ഏറെ സാഹസികത നിറഞ്ഞ ഈ ഗുഹയിലെ യാത്ര ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡ് കടന്നുപോകുന്ന റോഡിൽ നിന്നും 1 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. കടന്നുവരുന്ന വഴി സഞ്ചാരികൾക്ക് ഓഫ് റോഡ് അനുഭവവും നൽകും. പാറയിടുക്കിലൂടെ അല്പം സാഹസികതയോടെ വേണം ഈ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഗുഹാമുഖം തഴുകിയെത്തുന്ന സൂര്യരശ്മികളാണ് ആകർഷണീയത. പണ്ടിവിടം കുറുനരികളുടെ ആവാസ കേന്ദ്രമായിരുന്നു. ഇതോടെയാണ് ഗുഹയ്ക്ക് നരിമട എന്ന പേര് ലഭിച്ചത്. ചുട്ടുപൊള്ളുന്ന ചൂടിലും ഗുഹയ്ക്കുള്ളിലെത്തിയാൽ നല്ല തണുപ്പാണ്. ഇതെന്ന് വെച്ചാൽ അധികം ആൾക്കാരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ്. പിന്നെ വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇതിലേ വന്ന് പോവും. എന്ന് വെച്ചാൽ അത്രയും നല്ല സൗകര്യങ്ങളാണ്. എപ്പോഴും നല്ല AC ആണ് ഇതിനകത്ത്. പിന്നെ വെച്ചാൽ പാറയടക്കിലൂടെ നടന്ന് വേണം ഇങ്ങോട്ട് കയറി വരാൻ. കുറച്ച് റിസ്ക് എടുത്ത് വേണം കയറി വരാൻ. അത് പറ്റുന്നവരുണ്ടെങ്കിൽ വന്ന് കാണുക. ഗുഹയ്ക്കുള്ളിലെ പാറക്കെട്ടുകളുടെ മുകളിൽ വിശ്രമിക്കുകയും ചെയ്യാം. ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്തോറും കാഴ്ച കൂടുതൽ മനോഹരവുമാണ്. കടുത്ത വേനലിലും വറ്റാത്ത നീരുറവയുമുണ്ട്. അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഗുഹയ്ക്കുള്ളിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനുമാകും. അതേസമയം ആൾക്കാരുടെ ശ്രദ്ധയിലധികം പതിയാത്തതിനാൽ ഗുഹയ്ക്കുള്ളിൽ മദ്യപന്മാരുടെയും സമൂഹവിരുദ്ധരുടെയും താവളമാകുന്നതായും ആക്ഷേപമുണ്ട്. അധികൃതർ താൽപര്യമെടുത്താൽ കണ്ണൂരിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ നരിമടയുടെ പേരും എഴുതി ചേർക്കാനാകും. ന്യൂസ് 18 ആലക്കോട്. പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് ടൗൺ പാർക്ക് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയോരത്തും നഗരത്തിലുമുള്ള കയ്യേറ്റം ഒഴിപ്പിക്കൽ അന്തിമഘട്ടത്തിലാണ്. നഗര സൗന്ദര്യവൽക്കരണത്തോടൊപ്പം ഭാരതപ്പുഴ സംരക്ഷണവും ലക്ഷ്യമിടുന്നുണ്ട്. ഭാരതപ്പുഴ മാലിന്യ വിമുക്തമാക്കുന്നതിനും പുഴയുടെ സുഗമമായ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനും സൗന്ദര്യവൽക്കരണവും ഉദ്ദേശിച്ചാണ് പട്ടാമ്പിയിൽ ടൗൺ പാർക്ക് പദ്ധതിക്ക് തുടക്കമിട്ടത്. ടൗൺ പാർക്കിങ്ങിനായി മുഹമ്മദ് മൂസിൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയുടെ ഭാഗത്തു നിന്നും ഫണ്ട് ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാർക്ക് നിർമ്മാണത്തിനായി പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രം മുതൽ പഴയ കടവ് വരെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി തുടങ്ങി. നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. അനധികൃതമായി കൈവശം വെച്ചിരുന്ന ഭൂമി തിരിച്ചുപിടിച്ച് അവിടെ ഒരു ടൗൺ പാർക്ക് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നിരവധി ആളുകൾ അവിടെ കെട്ടിടം പണിതിരുന്നു. മറ്റ് കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭരണസമിതി പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ഇന്ന് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പദ്ധതി നടപ്പാക്കുമ്പോൾ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടപ്പാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് പദ്ധതിക്കുള്ള രൂപരേഖ തയ്യാറാക്കുന്നത്. ഇറിഗേഷൻ വകുപ്പിന് കീഴിലാണ് ടൗൺ പാർക്ക് നിർമ്മാണം. ടൗൺ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കുന്നതിനും
പട്ടാമ്പിയുടെ വിനോദ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് ഉണർവുണ്ടാകുമെന്നും കണക്കാക്കുന്നു. ന്യൂസ് 18 പട്ടാമ്പി. എറണാകുളം കോതമംഗലം വട്ടാട്ടുപാറ പൊയ്ക സ്കൂളിൽ ഡെങ്കി പനി രോഗനിർണയ ക്യാമ്പ് നടത്തി. വട്ടാട്ടുപാറയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെങ്കി പനി രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി. മേഖലയിൽ ആരോഗ്യവകുപ്പ് ഫോഗിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. തൃശൂർ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 4 പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന എയ്യാൽകുണ്ടുതോട് നവീകരിച്ചു. കയർ ഭൂവസ്ത്രം വിരിക്കുകയും ചെയ്തു. എയ്യാൽ, ആദൂർ, നീണ്ടൂർ, വെള്ളത്തേരി പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും തോട് ഉപകരിച്ചിരുന്നു. എന്നാൽ കാലങ്ങളായി തോട് നാശത്തിന്റെ വക്കിലാണ്. ചെളി നിറഞ്ഞും വള്ളിപ്പടർപ്പുകൾ കയറിയും തോട് മൂടി. തുടർന്നാണ് 10 ലക്ഷം രൂപ വകയിരുത്തി തോട് നവീകരിക്കാൻ തീരുമാനമായത്. 1 കിലോമീറ്റർ ദൂരം ശുചീകരിച്ചു. നീണ്ടൂർ പ്രദേശത്ത് നിന്ന് തുടങ്ങി അപ്പംകുളം വരെ ശുചീകരിച്ച് തോട് മനോഹരമാക്കി. വരും വർഷങ്ങളിൽ പാടശേഖര കമ്മിറ്റികളും കർഷകരുമായി ചർച്ച ചെയ്ത് 1.5 കിലോമീറ്റർ ദൂരം എലവത്തിങ്കൽ ചിറ വരെ തോട് ശുചീകരിക്കാനും തീരുമാനമായി. വർഷങ്ങളായി ഈ തോട് ചെളി നിറഞ്ഞും അതുപോലെ തന്നെ കൈതകളും മൊന്തകളൊക്കെ നിറഞ്ഞ് തോടന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇവിടുത്തെ പാടശേഖര സമിതിയും കർഷകരൊക്കെ ഈ തോട് ശരിയാക്കണമെന്ന് നിരന്തര ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 2022-23 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 10 ലക്ഷം രൂപ ചെലവാക്കിയാണ് നീണ്ടൂർ മുതൽ ഇവിടെ ഈ അപ്പംകുളം വരെയുള്ള ഭാഗം ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ഇപ്പോൾ എല്ലാം ചെളിയെല്ലാം നീക്കി വളരെ മനോഹരമാക്കി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്നൊരു 1.5 കിലോമീറ്ററോളം കൂടി ചെയ്താലാണ് എലവത്തിങ്കൽ ചിറ വരെ കൂടി ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അതുകൂടി നമുക്ക് തുടർ വർഷങ്ങളിൽ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കടങ്ങോട് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കയർ ഭൂവസ്ത്രം ധരിപ്പിച്ചത്. 5 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. ന്യൂസ് 18 തൃശൂർ. എറണാകുളം വാരപ്പെട്ടി പഞ്ചായത്തിലെ ലേനപ്പടി കോട്ടക്കുടി റോഡ് ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ദേശീയപാത വികസനം തലപ്പാടി ചെങ്കള ആദ്യ റീച്ചിൽ പകുതിയോളം പൂർത്തിയായി. അടുത്ത വർഷം പകുതിയോടെ പാത പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ പ്രവൃത്തികളും അതിവേഗം പുരോഗമിക്കുകയാണ്. ദേശീയപാത വികസന പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്ന തലപ്പാടി ചെങ്കള ഒന്നാം റീച്ചിൽ 50% പൂർത്തിയായി. 40.6 കിലോമീറ്റർ റോഡാണ് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു റീച്ചിൽ പകുതി പണി പൂർത്തിയായി വാഹനങ്ങൾ കടത്തിവിടുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതും ഈ റീച്ചിലാണ്. 1.13 കിലോമീറ്ററുള്ള ഈ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി 40% പൂർത്തിയായി. ഇതുകൂടാതെ 5 വലിയ പാലവും 4 ചെറുപാലവും 1 മേൽപ്പാലവും ഈ റീച്ചിലുണ്ട്. 6 വലിയ അടിപ്പാതയിൽ 2 എണ്ണം പണി പൂർത്തിയായി തുറന്നുകൊടുത്തു. 3 പാതി നിർമ്മാണം കഴിഞ്ഞു. ഇതടക്കം മൊത്തം 21 അടിപ്പാതയാണ് ആദ്യ റീച്ചിലുള്ളത്. 8 എണ്ണം പൂർത്തിയായി. കരാർ പ്രകാരം അടുത്ത വർഷം മെയ്യിലാണ് ഊരാളുങ്കൽ സൊസൈറ്റി പണി തീർക്കേണ്ടത്. സമയബന്ധിതമായി തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് ULCCS ചെയർമാൻ രമേശൻ പാലേരി ന്യൂസ് 18 പറഞ്ഞു. ഏറ്റെടുത്ത ആദ്യത്തെ ഹൈബ്രിഡ് ആന്വിറ്റി മോഡ് പ്രോജക്റ്റിലെ പ്രവൃത്തി തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കാനായത് കരാർ കമ്പനിക്ക് അഭിമാന നേട്ടമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കോന്നിയിലെ ക്വാറികളിൽ നിന്നും എത്തുന്ന ടിപ്പർ ലോറികൾ ജനവാസ മേഖലയ്ക്ക് തുടർച്ചയായി അവിടെ അപകടത്തിൽപ്പെടുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. കോന്നി പയ്യന്നാമണ്ണിലെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് ടിപ്പർ ലോറികൾ നിയന്ത്രണം വിട്ട് സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നത്. ഒരു സ്ഥലത്ത് 10ഓളം അപകടങ്ങളാണ് സമീപകാലത്ത് മാത്രം നടന്നത്. നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്ന കോന്നിയിൽ അടിക്കടി ഉണ്ടാകുന്ന ടിപ്പർ അപകടങ്ങളാണ് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായിരിക്കുന്നത്. കോന്നി, പയ്യനാമൺ, അടുകാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറികളിൽ നിന്നും എത്തുന്ന ടിപ്പറുകളാണ് സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നത്. കുത്തനെയുള്ള റോഡിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ലോറികൾ മറയുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തണ്ണിത്തോട് റോഡിൽ സ്ഥിരമായുള്ള ടിപ്പർ അപകടം പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. ഇപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ റോഡ് വളരെ ശാന്തമായി. ആ സമയത്ത് വാഹനങ്ങൾ റോഡിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വലിയ ദുരന്തം ഉണ്ടാവാതിരുന്നത്. മുകളിൽ നിന്ന് വന്ന ലോഡായി വന്ന ആ വലിയ ടിപ്പർ നേരെ വന്ന് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. പയ്യനാമൺ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ മാത്രം 10ഓളം അപകടങ്ങളാണ് അടുത്തിടെ ഉണ്ടായത്. ഡ്രൈവറുടെ അശ്രദ്ധയും അപകടത്തിന് കാരണമാകുന്നു.
അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് തടയാൻ ക്വാറി ഉടമകളും അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടുത്തെ പഞ്ചായത്ത്, പോലീസ്, റവന്യൂ എല്ലാവരുമായിട്ട് രേഖാമൂലം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ പരാതി പറഞ്ഞു. അവരെല്ലാം വന്ന് നോക്കി കണ്ടിട്ടങ്ങ് പോകുന്നേ ഉള്ളൂ. ഈ ടാറിങ് സമയത്ത് മേലോട്ടുള്ള റോഡിന് അടുപ്പിച്ച് ബമ്പ് വേണമെന്ന് ഇപ്പോൾ ഇവിടുത്തെ ചില ഡ്രൈവർമാരും ഇവിടുത്തെ 2-3 കമ്പനിയിലെ മാനേജർമാരും എന്ന് പറഞ്ഞത് റോഡ് ബമ്പ് വെച്ച് കഴിഞ്ഞാൽ മിറ്റിൽ വീഴും, നിങ്ങളെപ്പോലുള്ള കൊച്ചുവണ്ടിക്കാർ കയറിപ്പാൻ ബുദ്ധിമുട്ട് വരുമെന്ന്. പലപ്പോഴും അപകടത്തിൽപ്പെടുന്നവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത്. അപകട മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്തതും ടിപ്പറുകളുടെ അപകടത്തിന് കാരണമാകുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുവർത്തമാനം തുടരുന്നു. വയനാട് പൊഴുതന കുറിച്യാർ മലയിൽ 4 വർഷം മുമ്പ് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായ കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. 22 കുടുംബങ്ങളുടെ പുനരധിവാസം ഇനിയും പൂർത്തിയായിട്ടില്ല. 2018-ലും 19-ലും ഉരുൾപൊട്ടലുണ്ടായി പൊഴുതന പഞ്ചായത്തിലെ കുറിച്യാർ മലയിൽ. ദുരന്തത്തെ തുടർന്ന് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതികൾ അശാസ്ത്രീയമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ഈ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തരണം, ഞങ്ങൾക്ക് നിലവിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. മഴയുള്ള സമയത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് മാറി താമസിക്കുന്ന ഒരു സ്ഥിതി, ആ നിലവിലുള്ള സ്ഥിതി തുടരാമെന്നാണ് ആദ്യം ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കുറേ ആളുകളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 10 ലക്ഷം വാങ്ങിച്ച് വീട് പിന്നെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകണം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ നിലവിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒരു ആത്മഹത്യൻ്റെ ബക്കിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് നിലവിൽ ഒരു കയറി കിടക്കാൻ ഒരു വീടില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ്, വയ്യാതാറാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 10 ലക്ഷമാണ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക. ഈ തുക കൊണ്ട് സ്ഥലമോ വീടോ വാങ്ങാൻ കഴിയില്ല. തോട്ടം തൊഴിലാളികളായ ചില കുടുംബങ്ങൾ മാത്രമാണ് ഈ തുക കൈപ്പറ്റി മറ്റിടങ്ങളിലേക്ക് മാറിയത്. ഈ 21 കുടുംബത്തിന് വരുന്ന വർഷമാകുമ്പോഴേക്ക് ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു പോയിട്ട് ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇനിയൊരു ദുരിതപ്പെയ്ത്ത് താങ്ങാനുള്ള ശേഷി ഇവർക്കില്ല. കനിയേണ്ടത്, കരുതലെടുക്കേണ്ടത് അധികൃതരാണ്. ന്യൂസ് 18 വയനാട്. കൊച്ചി മെട്രോയ്ക്കിന്ന് 6ാം പിറന്നാളാണ്. വിപുലമായ ആഘോഷ പരിപാടികൾക്കൊപ്പം മെട്രോയിൽ 20 രൂപ നിരക്കിൽ ഇന്ന് യാത്ര ചെയ്യാനാകും. ഇൻഫോ പാർക്കിലേക്കുള്ള മെട്രോയുടെ പിങ്ക് ലൈനിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും 2 വർഷം കൊണ്ട് ട്രെയിൻ ഓടിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ ന്യൂസ് 18നോട് പറഞ്ഞു. കൊച്ചിയുടെ വേഗത്തിനൊപ്പം കുതിപ്പ് തുടങ്ങി 6 വർഷം പൂർത്തിയായ ഈ ദിനത്തിൽ മെട്രോയിൽ എവിടെ നിന്ന് എവിടേക്ക് യാത്ര ചെയ്താലും 20 രൂപയാണ് നിരക്ക്. പിങ്ക് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന 2ാം ഘട്ടത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും. സ്ത്രീകൾ ഏറെ സഞ്ചരിക്കുന്നതിനാലാണ് പിങ്ക് ലൈൻ എന്ന പേരെന്ന് കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ. സെക്കൻഡ് പേജ് ഈസ് പിങ്ക് ലൈൻ ബിക്കോസ് കൂടുതൽ സ്ത്രീകളാണ് അതിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ഞങ്ങളത് ആ കണക്ക് എടുത്തിട്ടുണ്ട്. സോ അതുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫോ പാർക്ക് വളരെ ഈസിലി കണക്റ്റഡ് ആകും. അതുകാരണം കളക്ടറേറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ കലക്റ്റഡ് ആകും. 2ാം ഘട്ടത്തിലും ആവശ്യമെങ്കിൽ ഈ ശ്രീധരന്റെ സഹായം തേടും. വിപുലമായ ആഘോഷ പരിപാടികളാണ് മെട്രോയുടെ പിറന്നാളിന് ഒരുക്കിയിരിക്കുന്നത്. മെട്രോ റെയിലിന് ചുവട് പിടിച്ചെത്തിയ ജലമെട്രോയും വിപുലമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ന്യൂസ് 18 കൊച്ചി. സഹപാഠിയുടെ സ്മരണയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കി ഇടുക്കി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. വാഹനാപകടത്തിൽ മരിച്ച അഭിമന്യു അനിലിൻ്റെ സ്മരണയ്ക്കാണ് ചെമ്മണ്ണാർ സിദ്ധൻപടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. NSS വോളണ്ടിയർ ആയിരുന്ന അഭിമന്യു വർഷങ്ങൾക്ക് മുൻപ് ബൈക്ക് അപകടത്തിലാണ് മരിച്ചത്. അഭിമന്യുവിന്റെ സ്മരണയ്ക്കായാണ് സ്കൂളിലെ NSS വോളണ്ടിയർമാരും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും ചേർന്ന് ഗ്രാമീണ മേഖലയായ സിദ്ധൻപടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കിയത്. പ്രദേശവാസിയായ ഷാഹുൽ ഹമീദ് സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിൽ 5 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും NSS വോളണ്ടിയറുമായിരുന്ന അഭിമന്യു അനിലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ധാരാളം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും യാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്ന ഒരു ഇടം എന്നതോടൊപ്പം തന്നെ നിർദ്ദിഷ്ട ഇടുക്കി ആയുർവേദ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന ജംഗ്ഷൻ കൂടിയാണ് സിദ്ധൻപടി. ഉടുമ്പൻചോല 2ാം മൈൽ റോഡിനോട് ചേർന്നാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. നിർദ്ദിഷ്ട ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജിനോട് ചേർന്ന പ്രദേശമാണ് ഇവിടം. ചെമ്മണ്ണാർ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ദത്തെടുത്തിരിക്കുന്ന ഗ്രാമം കൂടിയാണ് സിദ്ധൻപടി. സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികളും ഭവന സന്ദർശനവും ഇവിടെ പതിവായി നടത്താറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. ഉദ്ഘാടനത്തിന് മുമ്പേ ചോർന്നൊലിച്ച് കാസർഗോഡ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം. 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 3 നില കെട്ടിടമാണ് ആദ്യ മഴയിൽ തന്നെ ചോർന്നൊലിക്കാൻ തുടങ്ങിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടമാണ് ചോർന്നൊലിക്കുന്നത്. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നുള്ള വെള്ളം ക്ലാസ് മുറികളിലും വരാന്തകളിലും കെട്ടിക്കിടക്കുകയാണ്.
ചുമരുകളിലും വ്യാപകമായി ചോർച്ചയുണ്ട്. സ്കൂൾ അധികാരികൾ PWC അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. എത്ര പരാതിപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. ഓവർസിയറും അതേമാതിരി എയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മൾ ഏതായാലും അത് വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. കെട്ടിടത്തിലെ ചോർച്ചയുള്ള ഭാഗത്ത് പ്ലാസ്റ്ററിംഗ് നടത്തി ചോർച്ചയടയ്ക്കാൻ നോക്കിയെങ്കിലും ഫലം കണ്ടില്ല. മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവിലാണ് മാതൃകാ സ്കൂൾ കെട്ടിടം അനുവദിച്ചത്. 14 ക്ലാസ് മുറികളുള്ള കെട്ടിടം ഇപ്പോൾ പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലാണ്. കാലാവധി കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ പലതവണ പ്രവൃത്തി നിലച്ചും ഉപകരാർ നൽകിയുമാണ് കെട്ടിടം പണി മുന്നോട്ട് പോയത്. സ്കൂൾ PTA-യും മാനേജ്മെന്റ് കമ്മിറ്റിയും പലതവണ നിർമ്മാണ പ്രവൃത്തിക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ജൂൺ 18-നാണ് ഫാദേഴ്സ് ഡേ. ജീവിതത്തിൽ അച്ഛൻ ചെലുത്തിയ സ്വാധീനം ഓർക്കാനും ആദരിക്കാനുമുള്ള അവസരമാണ് ഓരോ ഫാദേഴ്സ് ഡേയും. ഈ ദിനത്തിൽ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഏർപ്പെട്ടവർ അവരുടെ അച്ഛൻ ചെലുത്തിയ സ്വാധീനം ഓർത്തെടുക്കുകയാണ് ന്യൂസ് 18-ലൂടെ. ഈ പ്രതികരണത്തോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി. അറിവിന്റെ സൂര്യവെളിച്ചമാണ് അച്ഛൻ. അനുഭവങ്ങളുടെ കാണാക്കടൽ. ആ ചൂണ്ടുവിരൽ വഴിയിലൂടെ എന്നും കണ്ണുമടച്ച് നടക്കാമായിരുന്നു. കാരമുള്ളോ കാണാക്കുഴിയോ ഭയക്കേണ്ടാത്ത നേരിന്റെ വഴി. കാർക്കശ്യത്തിന്റെ പുറന്തോടിനുള്ളിൽ കാമ്പുള്ള ഇളനീർ മധുരം. കണ്ണീർ മഴയിൽ കരുതലിന്റെ കുടയായി അച്ഛൻ എന്നും ഒപ്പമുണ്ട്. ഞാൻ പാടുന്ന പല പാട്ടുകളും എൻ്റെ മനസ്സിലുള്ള പാട്ടുകളും കവിതകളും ഒക്കെ തന്നെ നമുക്ക് അച്ഛൻ്റെ കവിതകൾ ഞാൻ എപ്പോഴും ചൊല്ലാറുള്ളത്. ഈവൻ എന്നും നമ്മൾ റെക്കോർഡിങ് ഒരു മൂഡിലാണെങ്കിൽ അത് ചൊല്ലാറുണ്ട്. അപ്പോൾ അതിലെ താളം, അച്ഛൻ്റെ പല പാട്ടുകളിലെയും താളങ്ങൾ കണ്ടെത്തി അതിനെ സംഗീതം കൊടുക്കുക എന്ന് പറഞ്ഞത് പല സംഗീത സംവിധായകരും പറഞ്ഞിട്ടുണ്ട്. അതൊരു ചലഞ്ചാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഈണത്തിൽ ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ആ ഒരു താളം കിട്ടും. അച്ഛനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു നടനെ പോലും അച്ഛൻ സമൻ ആയിട്ടാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ഒരേപോലെ കാണുക എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്.